വെൽക്കം ടു ലിയോൺസ് ക്ലബ്. ഐ ആം ലീച്ചോ. സദ്യകളിൽ നേന്ത്രക്കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു തോരനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ 2 പച്ച നേന്ത്രക്കായ എടുത്തിട്ട് അതിൻ്റെ നാര് ഊരിയെടുത്ത് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തോട്ടാ. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. വേഗം അങ്ങോട്ട് വെന്ത് കിട്ടും. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കഷ്ണങ്ങൾ ഞാൻ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളില്ലേ അതങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, എന്നിട്ടില്ലേ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക. ഞാനില്ലേ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ ദേ തിളച്ചങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയില്ലേ ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം നമുക്ക്. ഇപ്പില്ലേ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടാ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിട്ടേ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കുക. വെന്ത് ഉടയാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയില്ലേ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് അങ്ങോട്ട് ചെയ്യാം. എന്നിട്ടില്ലേ ഇതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. എന്നിട്ടില്ലേ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അതില് ഒരു 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിട്ടാ ഇതിനായിട്ട്. എന്നിട്ട് ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാലേ 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇടുക. ആ കടുക് പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് വേപ്പിലും കൂടി അങ്ങോട്ട് ഉരിഞ്ഞിട്ടിട്ട് ഒരു 6 ടേബിൾ ടീസ്പൂൺ ചിരകിയ തേങ്ങയില്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 പച്ചമുളക് എടുത്തിട്ട് അങ്ങോട്ട് നീളത്തിൽ അങ്ങോട്ട് നടു കീറിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ടില്ലേ 3 ടേബിൾ ടീസ്പൂൺ ചെറിയുള്ളി ഉണ്ടല്ല അതങ്ങോട്ട് ചതച്ചത് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ട നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയില്ലേ ഇതിലേക്ക് 2 തണ്ട് വേപ്പിലില്ലേ ഉരിഞ്ഞങ്ങോട്ട് ഇടാം. എന്നിട്ടില്ലേ ഇത് നന്നായിട്ട് അങ്ങോട്ട് വാടി ഇതിലെല്ലാം കൂടി അങ്ങോട്ട് യോജിക്കും. ഇപ്പൊ കണ്ട പച്ചമണൊക്കെ മാറി സെറ്റപ്പ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടില്ലേ 1 ടീസ്പൂൺ ചെറുജീരകം അങ്ങോട്ട് ചതച്ചതില്ലേ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ല നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കായ് കഷ്ണങ്ങളില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. സംഭവം അടിപൊളി. നമുക്കില്ലേ നമ്മുടെ പച്ച നേന്ത്രക്കായ തോരനില്ലേ അതങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട സംഭവം അടിപൊളി. ഈ പച്ച നേന്ത്രക്കായ തോരൻ ഉണ്ടല്ല നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി അങ്ങോട്ട് നോക്ക്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാ. ഇതിന്റെ ഈ ഒരു കൂട്ടുണ്ടല്ല ഈ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കി കഴിച്ചാലാണ് അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് നോക്കുക. എന്നിട്ടില്ലേ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിന്റെ പ്രത്യേകത ഇല്ലേ അതങ്ങോട്ട് കമന്റ് അങ്ങോട്ട് ചെയ്യുക. അപ്പോ എല്ലാവരും അങ്ങോട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് ഇരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നത് വരെ നമുക്കപ്പോ സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്കാം.